സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +1 ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ തീരുന്ന ക്ലാസ്സാണ് ഇതെന്ന്. ഗാന്ധിജിയെ സ്വാധീനിച്ച ഇന്ത്യൻ വ്യക്തിത്വങ്ങൾ. ഇത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം. ശ്രീമദ് രാജാചന്ദ്രയും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ പങ്കുവച്ചവർ. അവരെക്കുറിച്ചൊരു എസ്സേ ചോദിക്കാം, അത് ഇപ്പോൾ എഴുതാം. ചോദിച്ചെങ്കിൽ അത് എഴുതണം. ശ്രീമദ് രാജാചന്ദ്ര ജൈനമതത്തിലെ തത്വചിന്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് റായ്ചന്ദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു. അപ്പോൾ റായ്ചന്ദ് ഭായ് എന്ന പേരിലാണ് റായ്ചന്ദ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഗാന്ധിയുടെ വ്യക്തിത്വ വികസനത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശതാവധാനി എന്ന പേരിലും റായ്ചന്ദ് അറിയപ്പെടുന്നുണ്ട്. ശതാവധാനി എന്ന് പറഞ്ഞാൽ ഒരേ സമയം 100-ലധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾ എന്നും അറിയപ്പെടുന്നു. റായ്ചന്ദിൻ്റെ പ്രസംഗങ്ങളാണ് ഗാന്ധിജിയെ കൂടുതലായിട്ടും ആകർഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും വായിച്ചു. ഒരു ആത്മീയ ഗുരുവായിരുന്നു, അല്ലെങ്കിൽ ആത്മീയ ആചാര്യനായിരുന്നു റായ്ചന്ദ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഗാന്ധിജിക്ക് ഒരുപാട് ഉൾക്കാഴ്ച നൽകിയ ആളാണ് റായ്ചന്ദ്. അദ്ദേഹത്തിന് റായ്ചന്ദ് അങ്ങനെ ആത്മീയ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗാന്ധിജിയുടെ. അതുപോലെ തന്നെ ഗാന്ധിജി ഒരു സഹോദരനായിട്ടാണ് ഗോഖലെ കരുതിയിരുന്നത്. ഗോഖലെയുടെ ആദർശങ്ങളെല്ലാം ഗാന്ധിജിയെ ആകർഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ലാളിത്യം, ജീവിതശൈലിയെല്ലാം ഗോഖലെക്ക് പരിചയമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഗാന്ധിജിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഗോഖലെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1 വേർഡ് ക്വസ്റ്റ്യനാണ്. ഗാന്ധിജിയുടെ പിതാവ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് അത് എല്ലാം 1 വേർഡുകളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഗാന്ധിജിയെ ഭയം മാറാൻ സഹായിച്ച രംഭ എന്ന വേലക്കാരിയാണ്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ. ജനനം എവിടെയായിരുന്നു, ജന്മദിനം എന്താണ്, ഈ 1 വേർഡുകളും നിങ്ങൾ പഠിക്കുക. ഇനി വിവരണാത്മക ചോദ്യങ്ങളുണ്ട്. കെറ്റിൽ സംഭവം വിവരിക്കുക. അത് കെറ്റ് എന്നുള്ള വാക്ക് തെറ്റിച്ച് കളഞ്ഞപ്പോൾ അധ്യാപകൻ ഗാന്ധിജി അത് കോപ്പിയടിക്കാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടു. ഗാന്ധിജി അത് ചെയ്തില്ല. അദ്ദേഹത്തിന് സത്യസന്ധത വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കെറ്റിൽ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റി, അത് ഗാന്ധിജി ലണ്ടനിൽ ചെന്നപ്പോൾ അച്ഛനോടുള്ള വാക്ക് പാലിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഒരു സൊസൈറ്റിയിൽ അദ്ദേഹം അംഗമായി. അതാണ് ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റി. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച ആനി ബെസൻ്റാണ്. ആനി ബെസൻറ്റിൻ്റെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ഗാന്ധിജി അംഗമായതിനെക്കുറിച്ചാണ് ഇതിനുള്ളിൽ പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ വ്യക്തിത്വ വികസനത്തിൽ എല്ലാ മതങ്ങളും, ക്രിസ്തുമതം, ഹിന്ദുമതം, പിന്നെ ഗാന്ധി ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ മതങ്ങളെല്ലാം ഗാന്ധിജിയുടെ വ്യക്തിത്വ വികസനത്തിൽ ജൈനമതം, പിന്നെ ബുദ്ധമതം, ഇങ്ങനെയുള്ള മതങ്ങളെല്ലാം ഗാന്ധിജിയുടെ വ്യക്തിത്വ വികസനത്തിന് ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ള മതം. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. പിന്നെ ശ്രീമദ് രാജാചന്ദ്ര, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവർ ഗാന്ധിജിയുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിച്ചു. അങ്ങനെ അപ്പോൾ ഇത്രയും വിവരണാത്മക ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കുക. ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക. ഇനി അടുത്ത ചാപ്റ്റർ തൊട്ടടുത്തത് ഇന്ന് തന്നെ അടുത്ത ചാപ്റ്റർ ക്ലാസ് ഇടുന്നതായിരിക്കും. താങ്ക് യു.